ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ വെളിപ്പെടുത്തലുകൾക്ക് തൊട്ടുപിന്നാലെ പ്രശ്നപരിഹാരത്തിന് നടപടികളുമായി ആരോഗ്യവകുപ്പ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗത്തിലേക്ക് ശസ്ത്രക്രിയ ഉപകരണങ്ങൾ എത്തിച്ചു. ഇതിനിടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ശുദ്ധീകരണ നടപടികളിലേക്ക് നീങ്ങിയാണ് സർക്കാർ. നിലവിലെ സൂപ്രണ്ടിനെ മാറ്റി മുൻ സൂപ്രണ്ട് നിസാറുദ്ദീന് ചുമതല നൽകാനാണ് നീക്കം. റിപ്പോർട്ട് കാണാം ആദ്യം. ഉപകരണങ്ങളുടെ അപര്യാപ്തത മൂലം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗത്തിൽ ശസ്ത്രക്രിയ മുടങ്ങിയെന്ന ഡോക്ടർ ഹാരിസിന്റെ വെളിപ്പെടുത്തലുണ്ടാക്കിയ ചലനങ്ങൾ ചെറുതല്ല. സർക്കാരിന് നാണക്കേടായ സംഭവത്തിൽ പ്രശ്നപരിഹാരത്തിന് നടപടികൾ വേഗത്തിലാക്കുകയാണ് ആരോഗ്യവകുപ്പ്. ശസ്ത്രക്രിയയ്ക്ക് ആവശ്യമായ ഉപകരണങ്ങൾ ഇന്ന് രാവിലെ തന്നെ മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചു. നിലവിലെ മെഡിക്കൽ കോളേജ് സൂപ്രണ്ടായിരുന്ന സുനിലിനെ മാറ്റി മുൻ സൂപ്രണ്ടായിരുന്ന നിസാറുദ്ദീനെ ചുമതലയേൽപ്പിക്കാനാണ് ആരോഗ്യവകുപ്പിൽ നടക്കുന്ന മറ്റൊരു നീക്കം. മെഡിക്കൽ കോളേജിന്റെ തലപ്പത്ത് മറ്റ് മാറ്റങ്ങൾക്കുള്ള ആലോചനയും സജീവമാണ്. ഹാരിസ് ചിറക്കലിന്റെ വെളിപ്പെടുത്തലുകൾ പരിശോധിക്കാൻ നിയോഗിച്ച സമിതിയുടെ അന്വേഷണവും ഇതിനിടെ പുരോഗമിക്കുന്നുണ്ട്. വിദഗ്ധ സമിതി അംഗങ്ങൾ ഡോക്ടർ ഹാരിസിൽ നിന്ന് വിശദമായ മൊഴി രേഖപ്പെടുത്തി. ഹാരിസിനെ കൂടാതെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ വിവിധ വകുപ്പ് മേധാവികളുമായും വിദഗ്ധ സമിതി അംഗങ്ങൾ സംസാരിച്ചു. ഉപകരണങ്ങളുടെ കുറവടക്കമുള്ള വിഷയങ്ങൾ ഡോക്ടർമാർ സമിതി അംഗങ്ങളെ അറിയിച്ചിട്ടുണ്ട്. ആലപ്പുഴ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിന്റെ നേതൃത്വത്തിലുള്ള സമിതി ഈ ആഴ്ച തന്നെ റിപ്പോർട്ട് സമർപ്പിക്കും. അതിനുശേഷമാകും സർക്കാരിന്റെ തുടർ നടപടികൾ. ഡോക്ടർ ഹാരിസിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുകയാണ് കേരള ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ടീച്ചേഴ്സ് അസോസിയേഷൻ. ഒരു മെഡിക്കൽ സർവീസ് കൊടുക്കുന്നതിൽ ഫാസ്റ്റ് ട്രാക്ക് ചെയ്യണം, കാര്യങ്ങൾ പെട്ടെന്ന് നടക്കണം. അതിനുള്ള സിസ്റ്റമാണ് വരേണ്ടത്. അപ്പോൾ അദ്ദേഹത്തിനെതിരെ നടപടി ഉണ്ടാവുകയാണെങ്കിൽ ഞങ്ങൾ സ്ട്രോങ് ആയി രംഗത്തിറങ്ങുന്നതായിരിക്കും. ചട്ടവിരുദ്ധമായുള്ള തുറന്നുപറച്ചിലിൽ ഹാരിസിനെതിരെ കടുത്ത നടപടി ഉണ്ടാകാൻ ഇടയില്ല. വീഴ്ചയുണ്ടെങ്കിലും ജനകീയ വികാരം കണക്കിലെടുത്ത് നടപടി താക്കീതിൽ ഒതുക്കുമെന്നാണ് സൂചന. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. ഇപ്പോൾ സാധ്യമാണ് കാര്യങ്ങൾ എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കണം. വേണമെങ്കിൽ ചെയ്യാം, പക്ഷേ അത് ചെയ്യുന്നില്ല, ഉറക്കം നടിക്കുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ തിരുവനന്തപുരത്തെ ഈ ശുദ്ധീകരണ പ്രക്രിയ, അതിൻ്റെ വേഗത, അതിൻ്റെ കാറ്റ് എങ്ങോട്ടൊക്കെ വീശുമെന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം മറ്റ് മെഡിക്കൽ കോളേജുകൾ സംസ്ഥാനത്തെ എല്ലാം തന്നെ പരിതാപകരമായിട്ടുള്ള അവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയുള്ള ആരോഗ്യ പ്രവർത്തകരുടെ അപര്യാപ്തയൊക്കെ അടക്കം നമ്മൾ വളരെ വിശദമായി തന്നെ വരും ദിവസങ്ങളിൽ പരിശോധിക്കപ്പെടേണ്ടത് തന്നെയാണ്. ഇപ്പോൾ നമുക്ക് കോഴിക്കോടേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ കാഷ്വാലിറ്റിയുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്കറിയാം. കാരണം മെയ് 2-ാം തീയതിയാണ് അവിടെ കാഷ്വാലിറ്റിയിൽ തീപിടുത്തം അടക്കമുണ്ടാകുന്നത്. അതിനുശേഷം അവിടുത്തെ സംവിധാനങ്ങളൊക്കെ തന്നെ ഒരു താൽക്കാലിക കേന്ദ്രത്തിലേക്ക് മാറ്റി. ഇപ്പോഴും ആ കാഷ്വാലിറ്റി പ്രവർത്തിക്കുന്നില്ല എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം മലബാറിനെ സംബന്ധിച്ചോളം നമുക്കറിയാം, എത്രയോ ലക്ഷക്കണക്കിന് രോഗികൾക്ക് ആശ്രയ കേന്ദ്രമായിട്ടുള്ള ഒരിടമാണ്. അവിടെയാണ് ഇങ്ങനെ ഒരു അനാസ്ഥ നടക്കുന്നത്. അന്ന് ആരോഗ്യമന്ത്രി വന്ന് പറഞ്ഞ കാര്യം നമുക്കൊന്ന് ആ ബൈറ്റ് ഒന്ന് കേൾക്കാം. മെയ് 2-ാം തീയതി ആരോഗ്യമന്ത്രി പറഞ്ഞത് 3 ദിവസത്തിനുള്ളിൽ എല്ലാം ശരിയാക്കാൻ പോകുന്നു എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ദിവസം, മാസം എത്ര പിന്നിട്ടിരിക്കുന്നു എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കുക. ആരോഗ്യമന്ത്രി അന്നത്തെ വാക്കുകൾ ഒന്നുകൂടി കേൾക്കാം. ഒരു 3 ദിവസത്തിനുള്ളിൽ നമുക്ക് സാധാരണ നിലയിലേക്ക് ഇത് കൊണ്ടുവരാനായിട്ട് കഴിയും. കാരണം എല്ലാം പരിശോധിച്ച് മറ്റ് സംവിധാനങ്ങളെല്ലാം ക്രമീകരിച്ചുകൊണ്ട് അവിടെ 3 ദിവസത്തിനുള്ളിൽ എന്നുള്ളതാണ് കാണുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. പരമാവധി 2-3 ദിവസത്തിനുള്ളിൽ എന്നുള്ളതാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഒരു 3 ദിവസത്തിനുള്ളിൽ. അപ്പോൾ 3 അല്ല 30 അല്ല 60 ദിവസം പിന്നിടാൻ പോകുന്നു. ഇപ്പോഴും കാര്യങ്ങൾ ഒന്നുമേ അവിടെ ഉണ്ടായിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മോടൊപ്പം ദിനേശ് പെരുമണ്ണ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്, പൊതുപ്രവർത്തകനാണ്, കോൺഗ്രസ് നേതാവാണ്. ശ്രീ ദിനേശ് പെരുമണ്ണയുണ്ട്. ഒപ്പം തന്നെ റെജി ലൂക്കോസ്, ഇടത് സഹയാത്രികൻ, ഡോക്ടർ SS ലാല്, ആരോഗ്യ പ്രവർത്തകൻ, അല്പസമയത്തിനകം നമ്മോടൊപ്പം പങ്കുചേരുന്നുണ്ട്. ശ്രീ ദിനേശ് പെരുമണ്ണ, നോക്കൂ, 2 മാസം പിന്നിടാൻ പോവുകയാണ്. ഒരു കാഷ്വാലിറ്റി പ്രവർത്തന സജ്ജമല്ല എന്ന് പറയുമ്പോൾ എത്രത്തോളം ഗുരുതര വിഷയമാണ്. ആ വിഷയം അങ്ങനെ അഡ്രസ്സ് ചെയ്യേണ്ടതല്ലേ? അങ്ങനെ എന്തുകൊണ്ടാണ് ചെയ്യപ്പെടാതെ പോയത്? കാരണം മന്ത്രി വന്ന് പറയുന്ന ഒരു വാക്കുകൾ എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു 3 ദിവസം പോട്ടെ, ഒരു 10 ദിവസം അങ്ങ് നേരത്തേക്ക് പറഞ്ഞേരെ, ഇത് 3 ദിവസത്തിനുള്ളിൽ തന്നെ ഞങ്ങൾ ഇത് സാധ്യമാക്കിയിരിക്കും എന്ന് പറയുമ്പോൾ ഇപ്പോൾ അവിടെ രോഗികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ മേഖലയിലെ മലബാറിന് വളരെ ആശ്രയ കേന്ദ്രമായിട്ടുള്ള ആശുപത്രിയുടെ അവസ്ഥ എന്താണ് ശ്രീ ദിനേശ് പെരുമണ്ണ? ഈ ആശുപത്രിയിൽ വരുന്നവരൊക്കെ വളരെ പാവപ്പെട്ടവരാണ്. അവർക്ക് നല്ല ചികിത്സ നൽകുക എന്നുള്ളത് സർക്കാരിൻ്റെ അനിവാര്യ ചുമതലയാണ്, കടമയാണ്. എന്നാൽ ഈ കാഷ്വാലിറ്റി ബ്ലോക്ക് ഇപ്പോൾ 60 ദിവസമായി പ്രവർത്തിക്കുന്നില്ല. ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കാഷ്വാലിറ്റി ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ നേരത്തെ രോഗികൾ തിങ്ങി നിറഞ്ഞ് അതിന് സാധ്യമല്ലാതെ വന്നു. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആ കാഷ്വാലിറ്റി അവിടെ നിന്നും മാറ്റണമെന്ന ആവശ്യമുയർന്നു. അങ്ങനെയാണ് PMSSY കെട്ടിടം 2 വർഷങ്ങൾക്ക് മുൻപ് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. അവിടെയാണ് കാഷ്വാലിറ്റി തുടർന്ന് പ്രവർത്തിച്ചത്. എന്നാൽ ആ കാഷ്വാലിറ്റിയിൽ മെയ് 2-ാം തീയതിയും വീണ്ടും മെയ് 5-ാം തീയതിയും ആ കാഷ്വാലിറ്റിയിലെ MRI യൂണിറ്റ് അടക്കം കത്തി നശിക്കുന്ന രീതിയിലേക്കുള്ള അവിടെ തീ പടരുകയും അവിടെ ആശുപത്രിയുടെ ആ കാഷ്വാലിറ്റി ബ്ലോക്ക് വലിയ പ്രതിസന്ധിയിലുമായി.
ഇപ്പോൾ 2-ാം തീയതി സംഭവം ഉണ്ടായ ഉടനെ തന്നെ മന്ത്രി വന്നു. മന്ത്രി പറഞ്ഞു എല്ലാം ശരിയാക്കും. മന്ത്രി ഇടയ്ക്കിടയ്ക്ക് പറയുന്നതാണ് എല്ലാം ശരിയാക്കും, ഒന്നും ശരിയാക്കുന്നില്ല. ആ 3 ദിവസം കഴിഞ്ഞിട്ടാണ് വീണ്ടും അവിടെ ഈ തീപിടുത്തമുണ്ടാകുന്നത്. ഇവിടെ ഇപ്പോഴുള്ള കാഷ്വാലിറ്റിയുടെ സ്ഥിതി എന്താ? അവിടെ രോഗികൾ പുറത്ത് കിടക്കുകയാണ്. രോഗികൾക്ക് കൃത്യമായ ചികിത്സ ലഭിക്കുന്നില്ല. അവരോടൊപ്പം വരുന്ന ബൈസ്റ്റാൻഡർക്ക് നിൽക്കാൻ കഴിയുന്നില്ല. ആശുപത്രികളിലെ വാർഡുകൾ നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നു. അവിടെ രോഗികൾക്ക് നിൽക്കാൻ കഴിയാത്ത അവസ്ഥ. ഇങ്ങനെയുള്ള ഒരു സാഹചര്യം മെഡിക്കൽ കോളേജിൽ ഉണ്ടാകുമ്പോൾ ഞാൻ ചോദിക്കുന്നു, ഈ സർക്കാരിൻ്റെ കീഴിലുള്ള എല്ലാ സംവിധാനങ്ങളും ആ സംവിധാനങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ കാഷ്വാലിറ്റി ബ്ലോക്ക് അവിടെയുള്ള ആളുകളുടെ ആവലാതി എന്ന് പറയുമ്പോൾ ഒരു നിമിഷം പോലും നമ്മൾക്ക് പോട്ടെ എന്തെങ്കിലും സാങ്കേതിക വിദ്യകളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നൂലാമാലകൾ ഒക്കെ ഉണ്ടെങ്കിലും എന്താണ് അതിനൊരു 10 അല്ലെങ്കിൽ 15 ദിവസം പോട്ടെ, ഒരു 15 ദിവസമൊക്കെ നമുക്കൊരു ക്ഷമിക്കാം. ഇത് എത്ര ദിവസമായിരിക്കുന്നു? 2 മാസം പിന്നീട് അപ്പോൾ ഇവിടെ പ്രയോറിറ്റിയുടെ പ്രശ്നമാണോ, പ്രഥമ പരിഗണനയുടെയൊക്കെ തന്നെ പ്രശ്നമാണോ? മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചിടത്തോളം കോഴിക്കോട് നമ്മൾ ഒരുപാട് ആവലാതികളും ഒരുപാട് പ്രശ്നങ്ങളും എത്രയോ പല കൂടി നമ്മൾ ചർച്ച ചെയ്തതാണ്. അപ്പോൾ ഇങ്ങനെ ഇത്രയും അവസ്ഥ കണ്ണിൽ കാണുകയാണ്. രോഗികളൊക്കെ വന്നു പോകുന്നതും അവരുടെയൊക്കെ തന്നെ ആവലാതികൾ, അവരുടെ പ്രശ്നങ്ങൾ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അങ്ങേയറ്റത്തെ സാധാരണക്കാരാണ് അവിടെ ഓടിയെത്തുന്നത്. അപ്പോൾ എന്താണ് ഇവരുടെ പ്രശ്നം എന്താണ്? നോക്കൂ, നിങ്ങൾ ഈ വിഷയത്തെ എങ്ങനെയാണ് സർക്കാർ നോക്കിക്കാണുന്നത്? ഇതിനകത്ത് ഈ അഗ്നിബാധയുണ്ടായപ്പോൾ അവിടെ UPS അടക്കം അവിടെയുള്ള ഈ MRI യൂണിറ്റ് അടക്കം അവിടെ തകരാറാവുകയുണ്ടായി. ആ MRI യൂണിറ്റ് പ്രവർത്തിക്കുന്നില്ല, അവിടേക്ക് പാർക്ക് പോകാൻ പറ്റുന്നില്ല. എന്നാൽ MCH എന്ന് പറയുന്ന അതിൻ്റെ മറ്റൊരു ബ്ലോക്കുണ്ട്. അവിടെ ഉണ്ടായിരുന്ന MRI യൂണിറ്റ് 15 വർഷം അതിൻ്റെ കാലാവധി പൂർത്തിയായതുകൊണ്ട് തുടർന്ന് പ്രവർത്തിക്കുന്നില്ല. ഇപ്പോൾ MRI യൂണിറ്റ് ഇല്ലാത്ത ഒരു മെഡിക്കൽ കോളേജാണ് മെഡിക്കൽ കോളേജ്. ഇപ്പോൾ KHRWS എന്ന് പറയുന്ന മറ്റൊരു സൊസൈറ്റി ഉണ്ട്. അതിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന MRI യൂണിറ്റിലേക്കാണ് ഇപ്പോൾ രോഗികൾക്ക് സ്കാനിങ്ങിന് വേണ്ടിയിട്ട് എഴുതി കൊടുക്കുന്നത്. അവിടേക്ക് എഴുതി കൊടുത്ത് രോഗികൾ അവിടെ എത്തിച്ചേരുമ്പോൾ അവരോട് പറയുന്നത് നിങ്ങൾക്ക് ഡേറ്റ് തരാൻ നിങ്ങൾ മറ്റൊരു ദിവസം വന്നോ എന്നാണ്. ഇതിനു വേണ്ടി ആഴ്ചകളും മാസങ്ങളും എടുക്കേണ്ട ഒരു അവസ്ഥ. ഒരു കൃത്യമായ ഒരു ചികിത്സയ്ക്കായി ഓടിയെത്തുന്നവൻ, പാവപ്പെട്ടവന്, ഇവിടെയുള്ള വൻകിട സ്വകാര്യ ആശുപത്രികളിൽ പോകാൻ കഴിയാത്തവന് എവിടേക്ക് അവൻ പോകും? അവൻ വരുന്ന ഈ മെഡിക്കൽ കോളേജിൽ ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു 10 ദിവസം കൊണ്ട് ഈ സർക്കാരിൻ്റെ കയ്യിലുള്ള ഇലക്ട്രിസിറ്റി ബോർഡ്, അതുപോലെ PWD ഇലക്ട്രിക്കൽ വിങ്, അതുപോലെ പൊതുമരാമത്ത് വകുപ്പിൻ്റെ സംവിധാനങ്ങൾ, എല്ലാ സംവിധാനങ്ങളുമില്ലേ? അതിന് പരിശോധന നടത്താൻ ആവശ്യമായ എല്ലാ സംവിധാനങ്ങളും സർക്കാരില്ലേ? പരിഹാരം കാണാനുള്ള എല്ലാ സംവിധാനങ്ങളും സർക്കാരിൻ്റെ കയ്യിലില്ലേ? എന്താണ് മന്ത്രി ഇങ്ങനെയൊക്കെ പറഞ്ഞു പോയിട്ട് എന്താണ് ഇവിടെ ചെയ്തിട്ടുള്ളത്? മന്ത്രിയുടെ ഒരു മറുപടിയുമില്ലല്ലോ. അന്വേഷിച്ച് നടപടി സ്വീകരിക്കും. എവിടെ അന്വേഷിച്ചു? ആർക്കെതിരെ നടപടി സ്വീകരിച്ചു? ഈ ഉണ്ടായിരിക്കുന്ന പ്രത്യേകിച്ച് ഈ മെഡിക്കൽ കോളേജിൽ ഉണ്ടായിരിക്കുന്ന 2 വർഷം മാത്രം പഴക്കമുള്ള 195 കോടി രൂപയ്ക്ക് നിർമ്മിച്ച ഈ കെട്ടിടത്തിൽ, അതിലും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ അവിടെ ഈ അഗ്നിബാധ ഉണ്ടായിട്ട് എങ്ങനെ സംഭവിച്ചു എന്നുള്ള റിപ്പോർട്ട് പോലും ഇതുവരെ പുറത്തുവിട്ടിട്ടില്ലല്ലോ. എന്തുകൊണ്ടാണ് അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടാത്തത്? 2-ാം തീയതി ഉണ്ടായി, വീണ്ടും രോഗികളെ പ്രവേശിപ്പിച്ചു. ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെ പരിശോധന ഒരു ഭാഗത്ത്, 5-ാം തീയതി വീണ്ടും തീ പടരുന്നു. 17-ാം തീയതി DME അയച്ച കത്തുണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് അധികൃതർക്ക്. കാരണം കാണിക്കൽ നോട്ടീസ് ഈ സർക്കാർ അയച്ചില്ലേ? എന്ത് നടപടിയെടുത്തു? അത് പരിഹരിക്കാതെ എങ്ങനെ അത് ഓപ്പൺ ചെയ്തു എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇപ്പോഴും അതിൻ്റെ പരിശോധന, അതിൻ്റെ റിപ്പോർട്ട് പുറത്തു വന്നിട്ടില്ല. രോഗികൾ വലയുകയാണ് മെഡിക്കൽ കോളേജിൽ. ഞങ്ങൾ അതോടൊപ്പം തന്നെ ഉന്നയിച്ചിരുന്ന ഒരു ആവശ്യം, ഈ PMSSY കെട്ടിടം പ്രവർത്തനം ആരംഭിക്കുമ്പോൾ അവിടേക്ക് ഇങ്ങനെയൊരു കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ 195 കോടി രൂപ അനുവദിക്കപ്പെടുമ്പോൾ കൃത്യമായും അവിടെ തസ്തിക സൃഷ്ടിച്ച് അവിടേക്ക് ആവശ്യമായ ജീവനക്കാരെ നിയമിക്കണം എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. ഇത്തരമൊരു മെഡിക്കൽ കോളേജിൽ കൃത്യമായിട്ട് ഒരു ഫയർ ഫൈറ്റ് നടത്താൻ കഴിയുന്ന ഒരു സേഫ്റ്റി ഓഫീസറെ അവിടെ നിയോഗിച്ചിട്ടുണ്ടോ? നിയോഗിച്ചിട്ടില്ല. തൊട്ടടുത്ത് KSCBയുടെ തന്നെ സെക്ഷൻ നിലനിൽക്കുന്നു, കോവൂർ സെക്ഷൻ. അവിടെ ഈ KSCBയുടെ എന്ത് മേൽനോട്ട ചുമതലയാണ് ഉണ്ടായിട്ടുള്ളത്? PWD ഇലക്ട്രിക്കൽ വിങ്ങിന്റെ പിഴവുകളാണ്. അത് ബോധപൂർവമാണ് എന്ന് പറയേണ്ടി വരികയാണ്. കാരണം ഇത്രയും വളരെ പ്രാധാന്യമുള്ള ആളുകൾ ഇത്രയും
വളരെ ജനബാഹുല്യമുള്ള അല്ലെങ്കിൽ രോഗികൾ ഏറ്റവും കൂടുതലായി എത്തുന്ന ഒരു മെഡിക്കൽ കോളേജിനോട് കാട്ടുന്ന ആ പരിഗണന പ്രശ്നമാണ് എടുത്തു പറയേണ്ടത്. ശ്രീ റെജി ലൂക്കോസ്, കോഴിക്കോട് ഒരു പ്രശ്നം മാത്രമല്ല, നോക്കൂ, അത് 2 മാസം കഴിഞ്ഞിരിക്കുന്നു അവിടുത്തെ ഒരു കാഷ്വാലിറ്റി പ്രവർത്തന സജ്ജമാകാൻ വേണ്ടി. അവിടെ ഉണ്ടായിട്ടുള്ള പിഴവ് നമുക്കെന്താണ്? തിരുവനന്തപുരത്തെ കാര്യം തന്നെ എടുക്കും. തിരുവനന്തപുരത്ത് ഡോക്ടർ ഹാരിസ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം എന്താണ്? ഉടനടി എത്തുകയാണ് അവിടെ ചികിത്സാ ഉപകരണങ്ങൾ, ശസ്ത്രക്രിയ ഉപകരണങ്ങൾ, മെറ്റീരിയൽസ് ഒക്കെ തന്നെ അതിവേഗം എത്തുകയാണ്. അപ്പോൾ ചെയ്യാൻ കഴിയും. അപ്പോൾ ഇതൊക്കെ ബോധപൂർവമാണ്. ആരോഗ്യ കേരളം നമ്പർ 1 എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ പിഴവുകൾ നമ്മുടെ ഭാഗത്ത് നന്നായി ഉണ്ട്. അത് അഡ്രസ്സ് ചെയ്യ തന്നെ വേണം. ഇന്നിപ്പോൾ ഈ വരുന്ന പ്രതിഷേധങ്ങൾക്കൊക്കെ തന്നെ അർത്ഥമുള്ളതാണ്. ശ്രീ റെജി ലൂക്കോസ്, പ്രതീക്ഷ 2 കാര്യങ്ങളാണ് പ്രധാനപ്പെട്ട ഉള്ളത്. അതായത് ലോകത്തിന് മാതൃകയാണ് കേരളത്തിന്റെ ആരോഗ്യരംഗം, പ്രത്യേകിച്ച് സർക്കാർ ആശുപത്രികൾ. ഈ സർക്കാർ ആശുപത്രികളെ തകർക്കാനായിട്ട് കേരളത്തിന്റെ മുക്കിലും മൂലയിലും പടുത്തുയർത്തിരിക്കുന്ന മണിമന്ദിരങ്ങൾ പോലുള്ള പടുത്തുയർത്തിരിക്കുന്ന സ്വകാര്യ ആശുപത്രി ലോബിക്ക് വേണ്ടിയിട്ട് ഇതുപോലത്തെ വാർത്തകൾ നിരന്തരമായി പടച്ചുവിടുമ്പോൾ അത് തിരിച്ചറിയാനുള്ള വിഭാഗം കേരളത്തിലെ ജനങ്ങളുണ്ട്. ഒരു കാലത്ത് ഗവൺമെന്റ് ആശുപത്രി കയറുക എന്ന് പറയുന്ന അപമാനമായിരുന്നു UDF ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ. ഇപ്പോൾ കേരളത്തിലെ സർക്കാർ ആശുപത്രികളിലേക്ക് എല്ലാ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളും അവിടെ ചെല്ലുന്നു, നല്ല ചികിത്സ കിട്ടുന്നു. ഒരു വർഷം 30 ലക്ഷം രോഗികളാണ് കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ രോഗവുമായി ബന്ധപ്പെട്ട് അവർ ചികിത്സ നേടുന്നത്. ഇത് കേന്ദ്ര സർക്കാരിന്റെ കണക്കിലുള്ളതാണ്, ഇത് ഞങ്ങൾ ഇടതുപക്ഷ സർക്കാർ പുറത്തുകൊണ്ടതല്ല. അതുപോലെ തന്നെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കുന്നത് രോഗികൾക്ക് വേണ്ടിയിട്ട് കൊച്ചു കേരളമാണ്. UP പോലും അതിന്റെ അടുത്ത് പോലും നിൽക്കുന്നില്ല. 7000 കോടി രൂപയാണ് ഈ കഴിഞ്ഞ 6 മാസം കൊണ്ട് കേരളത്തിലെ മരുന്ന് വാങ്ങിക്കാൻ തന്നെ കേരള സർക്കാർ ചെലവഴിച്ചിരിക്കുന്നത്. ഓൾട്ട് മുതൽ 12-12000 കോടി രൂപ ചെലവഴിച്ചു കഴിഞ്ഞു. ഇങ്ങനെ ഒരു സിസ്റ്റത്തെ തകർക്കുക, ഇവിടെ രോഗികളുടെ വർധനം ഉണ്ടാകുമ്പോഴത്തേക്കും സർക്കാർ ആശുപത്രി തകർത്ത് തരിപ്പണമായി കിടക്കുന്ന ഒരു കാലത്ത് തങ്ങൾക്കൊരു ചാകര കൊയ്യാന്ന് പറഞ്ഞുകൊണ്ട് പലരും ഇവിടെ എത്രയോ മണിമന്ദിരങ്ങൾ കോഴിക്കോടും കോട്ടയത്തും തിരുവനന്തപുരം ഗ്രാമപ്രദേശങ്ങളും പോലെ ഉയർത്തിയിരിക്കുന്നു. അവരുടെയൊക്കെ കണക്കുകൾ പൊരുത്തപ്പെടുന്നില്ല. താങ്കൾ പറഞ്ഞുവല്ലോ UP ഒഴിച്ചത്. ബാക്കി നോക്കൂ, നമ്മുടെ അയൽ സംസ്ഥാനത്ത് ചെലവഴിക്കുന്നത് എന്താണ്? തമിഴ്നാട്ടിൽ, അതായത് കേരളത്തിൽ ഒരു 32%, അതായത് രേഖകൾ പ്രകാരമാണ് ഈ 32.5% തുക മാത്രമേ സർക്കാരിൻ്റെതായിട്ടുള്ളൂ എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. നോക്കൂ, താങ്കൾ പറഞ്ഞുവല്ലോ UP ഒഴിച്ച് ബാക്കിയുള്ള അയൽ സംസ്ഥാനങ്ങൾ, നമ്മുടെ തമിഴ്നാട് ഉൾപ്പെടെ അവിടെ ചെലവഴിക്കുന്ന തുകയുടെ കണക്കുകൾ അത് രേഖാപരമാണ്. ആ കണക്കുകളൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ നമ്മൾ കേരളം വളരെ കുറച്ച് പിന്നിലാണ്. കാരണം കർണാടകയിൽ 43%, മധ്യപ്രദേശിൽ 52%, ഹിമാചൽ പ്രദേശ് ഉണ്ട് 57%, അസം ഉണ്ട് 64%. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ വളരെ തമിഴ്നാട്ടിൽ 52%. അപ്പോൾ നമ്മൾ ഈ പറച്ചിൽ മാത്രമേ ഉള്ളൂ, മേനി പറച്ചിൽ മാത്രമേ ഉള്ളൂ. ശ്രീ റെജി ലൂക്കോസ്, താങ്കൾ നേരത്തെ എന്താണ് തുടക്കത്തിൽ ഈ സംഭാഷണത്തിൽ പറഞ്ഞത്? നമ്മൾ മറ്റ് സ്വകാര്യ ആശുപത്രികളിലേക്ക് വാർത്ത ചമച്ച് പടച്ചു വിടുകയാണ്. ഞാൻ ചോദിക്കട്ടെ, മെഡിക്കൽ കോളേജുകളുടെ അവസ്ഥ ഇതാണെങ്കിൽ ഒരു ശസ്ത്രക്രിയയ്ക്ക് എത്തുന്ന രോഗിയോട് അവധി പറയുകയാണ്, അല്ലെങ്കിൽ അവർ ഒന്ന് പൈസ ഇടൂ, നമുക്ക് സാധനം വാങ്ങിക്കാം എന്ന് ഡോക്ടർമാരുടെ ഗതികോട് കണ്ട് പറയുമ്പോൾ അവരെന്താണ് ഓപ്റ്റ് ചെയ്യാൻ പോകുന്നത്? അവരവരുടെ സ്വർണം പണയം വെച്ചോ അല്ലെങ്കിൽ വീട്ടിലെ ആധാരം പണയപ്പെടുത്തിയോ മറ്റ് സ്വകാര്യ ആശുപത്രിയിലേക്ക് അവർ പോകും. അപ്പോൾ അവരെ തള്ളിവിടുന്നത് ആരാണ്? പടച്ചുവിടുന്ന വ്യാജ വാർത്തകളാണോ? ഈ സിസ്റ്റത്തിൻ്റെതാണ്, ഈ സിസ്റ്റമാണ്, ഈ ആതുരാലയങ്ങളാണ്, ഈ പുറമേന് നടിക്കുന്ന ആളുകളാണ്. അത് സമ്മതിച്ചേ കഴിയുള്ളൂ. ശ്രീ റെജി ലൂക്കോസ്, പ്രതീക്ഷ ആദ്യം പറഞ്ഞ കണക്ക് തന്നെ ഞാൻ പറയാം. പ്രതീക്ഷ കേന്ദ്ര സർക്കാരിന്റെ ആരോഗ്യ ഡിപ്പാർട്ട്മെന്റ് പുറത്തുവിട്ടിരിക്കുന്ന എല്ലാ വർഷത്തെ റിവ്യൂ വായിച്ചിട്ടാണ്. എന്റെ ഇതിന്റെ കോപ്പി ഇരിപ്പുണ്ട്. ഞാൻ ഇന്നലെ ഒരു ഡിബേറ്റ് പറഞ്ഞ, അതായത് 3.5 കോടിയുള്ള കേരളത്തിലെ ജനങ്ങളും 9 കോടിയുള്ള തമിഴ്നാട്ടിലെ ജനങ്ങളും 11 കോടിയുള്ള മധ്യപ്രദേശിലെ ജനങ്ങളും ഏതാണ്ട് 20 കോടിയോളം വരുന്ന UP സർക്കാർ ചെലവഴിക്കുന്ന പൈസയും ഇതും തമ്മിലുള്ള കമ്പാരിസനാണ് ഞാനിവിടെ ആദ്യ ചർച്ചയിൽ പറഞ്ഞത്. ഇത് കേന്ദ്ര സർക്കാർ പുറത്തുവിട്ടിരിക്കുന്ന കണക്കാ. നിങ്ങൾ അതിന് ഉത്തർപ്രദേശിലെ സർക്കാർ ഇവിടത്തേക്കാളും 5-6 കോടി രൂപ. അല്ല ശ്രീ റെജി ലൂക്കോസ്, ഒരു കാര്യം നമുക്ക് പറഞ്ഞ് ഇടപെട്ട് പോകേണ്ട കാര്യമുണ്ട്. കാരണം ജനങ്ങളുടെ ആരോഗ്യ പ്രശ്നമാണ്. ഇവിടെ എന്താണ് ആരോഗ്യമന്ത്രി പറഞ്ഞത്? എന്താണ് ഡോക്ടർ ഹാരിസ് പറഞ്ഞത്? അങ്ങേയറ്റത്തെ യാഥാർത്ഥ്യമാണെന്ന് ആരോഗ്യമന്ത്രി സമ്മതിച്ചിരിക്കുന്നു. അതിനപ്പുറത്തേക്ക് നമുക്ക് സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട. പിന്നെ എന്താണ്? ജനം ചിന്തിക്കട്ടെ, പൊതുജനം ചിന്തിക്കട്ടെ. ഈ ഡോക്ടർ ഹാരിസ് പറഞ്ഞതിന് തൊട്ട് പിറ്റേ ദിവസം അവിടെ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ വരികയാണ്. അപ്പോൾ ജനങ്ങൾ എന്ത് മനസ്സിലാക്കണം അതിൽ നിന്ന്? അപ്പൊ ഞാൻ കണക്ക് പറഞ്ഞപ്പം അതിനെക്കുറിച്ച് പ്രതീക്ഷ മൗനം പാലിച്ച് വേറെ വിഷയത്തിലേക്ക് പോവുക. കൃത്യമായ കാര്യങ്ങൾ വേറെ വിഷയമല്ല. ആ കണക്കുകളെ അവലംബിച്ചിട്ട് ഒരു കാര്യമില്ല. ആ കണക്കുകൾ പൊള്ളയാണ് എന്ന് തെളിയിക്കപ്പെട്ടിരിക്കുന്നു. ആ കണക്കുകൾ അപ്പുറത്തേക്ക് യാഥാർത്ഥ്യമുണ്ട്. അവിടെ ചെയ്യാൻ കഴിയുന്നത് ചെയ്യാൻ പറ്റുമെന്ന് തെളിയിച്ചു ഈ ദിവസം. അതായത് ഡോക്ടർ ഹാരിസ് പറഞ്ഞത് സമ്മതിച്ചുകൊണ്ട് ഉടനടി അതിശീഘ്രം അതിവേഗം അവിടെ ഉപകരണങ്ങൾ എത്തിക്കുമ്പോൾ സാധാരണക്കാരൻ എന്താണ് മനസ്സിലാക്കേണ്ടത്? അവിടെ എത്ര രോഗികൾ എന്ത് മനസ്സിലാക്കണം സാർ? പ്രതീക്ഷ ഒരു 10 സെക്കൻഡ് തരൂ. കേരളത്തിന് മാതൃകയെ 10,000 കണക്കിന് ആൾക്കാർ ആശ്രയിക്കുന്ന സൗജന്യ ചികിത്സാ കേന്ദ്രമായ കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ തകർത്ത്
കോഴിക്കോട് ചുറ്റുവട്ടത്ത് പടുത്തുയർത്തിരിക്കുന്ന സ്വകാര്യ കൊള്ള സംഘത്തെ സംരക്ഷിക്കാൻ വേണ്ടി ഒരു കോൺഗ്രസ്സുകാരന് നിങ്ങൾ ഒരുപാട് നേരം സമയം കൊടുത്തില്ലേ? അപ്പൊ ഈ റജി ലൂക്കോസിന് എന്തിനാ ഒരു മിനിറ്റ് പോലും തരാത്തത്? അനാവശ്യം പറയരുത്. ചർച്ചയിൽ കയറി അനാവശ്യം പറയരുത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ തകർക്കാനുള്ള നിങ്ങളുടെ ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ തകർക്കുന്ന ശ്രമമാണ് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നല്ല റജി ലൂക്കോസ് കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ തകർക്കാൻ നിങ്ങൾ സ്വകാര്യ മെഡിക്കൽ കോളേജുകളോട് പണം വാങ്ങി ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ തകർക്കാൻ നോക്കുന്നവർ അനാവശ്യം പറയാ. ഇത് കോഴിക്കോട് ജനങ്ങൾ കണ്ടോണ്ടിരിക്കുന്നല്ലേ അനാവശ്യം പറയാ. നിങ്ങൾ എന്താ പറഞ്ഞത്? സ്വകാര്യ ആശുപത്രികളോട് സഹായിക്കാനാണ് നിങ്ങൾ അനാവശ്യം പറയാം. മെഡിക്കൽ കോളേജിനെ കുറിച്ച് പറയാം, കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ കുറിച്ച് പറയാം. ശ്രീ റജി ലൂക്കോസ്, ആ തീ പിടിച്ച ദിവസം എത്രത്തോളം ദിനേശ് പെരുമണ്ണയൊക്കെ അവിടുത്തെ പൊതുപ്രവർത്തകർ അങ്ങേയറ്റം ഓടി അവിടെ പാളിച്ചകൾ ഉണ്ടായപ്പോൾ അഗ്നിശമന സേനയ്ക്കും അപ്പുറത്തേക്ക് രക്ഷാപ്രവർത്തനത്തിലൊക്കെ ഏർപ്പെട്ട ആളുകളാണ്. നമുക്ക് ഡേറ്റാസ് വെച്ചുള്ള കാര്യങ്ങളിലേക്ക് തന്നെ പോകാം. ഡേറ്റാസിന് അപ്പുറത്തേക്ക്, ഒഫീഷ്യൽ ഡേറ്റാസിന് അപ്പുറത്തേക്കുള്ള സാഹചര്യങ്ങളാണ് ഞാൻ ചൂണ്ടിക്കാട്ടിയത്. ഞാൻ റജി ലൂക്കോസ് ഒന്ന് തുടരുമെങ്കിൽ ഡോക്ടർ എസ് ലാലിലേക്ക് ഒന്ന് പോയ ശേഷം, ഡോക്ടർ എസ് ലാല്, ഇപ്പോൾ എന്താണ് ഈ കാര്യങ്ങൾ നമ്മൾ എല്ലാ മെഡിക്കൽ കോളേജുകളുടെയും അവസ്ഥയാണ് എടുത്ത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവിടുത്തെ പരിതാപകരമായ അവസ്ഥയെക്കുറിച്ച് പറയുമ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എന്താണ് ഉയർത്തപ്പെട്ട വിഷയം? ആ ഉയർത്തപ്പെട്ട വിഷയം ആരാണ് ഉയർത്തിയത്? ആ ഡോക്ടർ പറഞ്ഞ വാക്കുകൾ അതേപടി സമ്മതിക്കുകയും ചെയ്തല്ലോ ഈ ആരോഗ്യവകുപ്പ്. അതിനുശേഷം ഈ ആരോഗ്യമന്ത്രിയും സമ്മതിച്ചു. പിന്നീട് ഉടനടി ശീഘ്രം അതിനെ ഒരു റെക്ടിഫിക്കേഷൻ അല്ലെങ്കിൽ അവിടെ ഒരു പരിഹാരമാർഗം കാണുകയാണ്. അപ്പോൾ ചെയ്യാൻ പറ്റും കാര്യങ്ങൾ. അവിടെ പ്രയോറിറ്റിയുടെ പ്രശ്നമാണോ ശ്രീ ഡോക്ടർ എസ് ലാല്? എവിടെയാണ് ആരോഗ്യമന്ത്രി പറയുന്നുള്ള സിസ്റ്റത്തിന്റെ പ്രശ്നമാണ്? അങ്ങനെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഡോക്ടർ എസ് ലാൽ. ആരോഗ്യമന്ത്രി പറഞ്ഞെടുത്ത് തുടങ്ങാം. ആരോഗ്യമന്ത്രി ഇത് ഞാൻ ഒരു 4 വർഷത്തിലധികമായിട്ട് ഞാൻ എന്നെപ്പോലെ പലരും പറയുന്നതാണ്, ഇത് സിസ്റ്റത്തിന്റെ തകരാറാണ്, ആരോഗ്യ സംവിധാനത്തിന്റെ തകരാറാണ്. കോവിഡ് സമയത്ത് കേരളത്തിലെ ഏറ്റവും ആദ്യത്തെ മെഡിക്കൽ കോളേജിൽ കിടന്ന കോവിഡ് രോഗിയെ പുഴുവരിച്ചു. അപ്പൊ നമ്മളത് അന്ന് ഞാനും പറഞ്ഞാണ്, ഇത് ആരോഗ്യ വകുപ്പിനാണ് പുഴുവരിക്കുന്നത്, രോഗിയല്ല. അത് പറഞ്ഞ വലിയ കോലാഹലം ഉണ്ടായി. പറഞ്ഞത് ഇത്രയാണ്, സിസ്റ്റത്തിന്റെ തകരാറാണ്. നമ്മളിത് ഇതിനകത്ത് ഇവരുടെ LDF UDF എന്നും പറഞ്ഞിട്ട് LDF രോഗി UDF രോഗിയൊന്നുമില്ല, അസുഖം ഒന്നേ ഉള്ളൂ. ഞാൻ ഡോക്ടർ കൂടിയാണ്. LDF രോഗമാണോ UDF രോഗമാണോ ഒന്നുമില്ല. മനുഷ്യരെ ഇപ്പൊ ഗവൺമെന്റ് ഏത് ഭരിച്ചാലും ഗവൺമെന്റ് ഇല്ലെങ്കിൽ ഇവിടെ ചികിത്സ നടക്കണം. ഇവിടെ ഗവർണർ ഭരണകാലത്തും ഇവിടെ ആശുപത്രികൾ നടന്നിട്ടുണ്ട്. അപ്പൊ കെടുകാര്യസ്ഥയുടെ ഒരു പ്രശ്നമുണ്ട്. ഇത് ഹാരിസിന് ഇപ്പൊ ധൈര്യം വന്നതാണ്. എങ്ങനെ ധൈര്യം വന്നറിയില്ല. അദ്ദേഹം CPM അനുഭാവം കൂടിയാണ്. നിവൃത്തിയില്ലാതെ അയാൾ പറഞ്ഞു പോയതാണ്. ഇതിനു മുമ്പ് ഇട്ടിട്ട് പോയ ഒരു ഡോക്ടർ സതീഷ് എൻ്റെ ക്ലാസ്മേറ്റ് ആണ്. അയാൾ പ്രോവിഡന്റ് ഫണ്ട് ലോണെന്ന് കടമെടുത്താണ് അവിടെ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ വാങ്ങിച്ചുകൊണ്ട്. അയാൾ ഇനി മുട്ടാത്ത വാതിലുകളില്ല. ഇതൊരു യാഥാർത്ഥ്യമാണ്. കേരളത്തിലെ ആശുപത്രി നന്നാകേണ്ടത് എല്ലാവരുടെ ആവശ്യമാണ്. എനിക്കോ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആർക്ക് അസുഖം വന്നാലും പോകേണ്ടത് കേരളത്തിലെ സ്വകാര്യ ആശുപത്രികളിലോ സർക്കാർ ആശുപത്രികളിലോ ആണ്. ഇവിടെ സ്വകാര്യ ആശുപത്രികൾ വളരുന്നത് സർക്കാരിന്റെ പരാജയം കൊണ്ടാണ്. പക്ഷെ സ്വകാര്യ ആശുപത്രികൾ യാഥാർത്ഥ്യമാണ്. അവർ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. സ്വകാര്യ ഇപ്പൊ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന എത്ര പേരാണ് സർക്കാർ ആശുപത്രി പോകുന്നത്? ഇപ്പൊ ശ്രീ അച്യുതാനന്ദൻ ഏത് ആശുപത്രിയിലാണ് കിടക്കുന്നത്? അത്രയും പറഞ്ഞാൽ മതി. കേരളത്തിലെ മുഖ്യമന്ത്രി ഏത് ആശുപത്രിയിലാണ് പോകുന്നത്? ഏത് മന്ത്രിയാണ് ഇവിടുത്തെ പ്രാഥമിക ആരോഗ്യത്തിൽ ക്യൂവിൽ നിൽക്കുന്നത് ചികിത്സയ്ക്ക്? താലൂക്ക് ആശുപത്രി പോകുന്നത്, ജനറൽ ആശുപത്രി പോകുന്ന കേരളത്തിലെ ആരോഗ്യമന്ത്രി? ഇപ്പോഴത്തെ നമുക്ക് 9 കൊല്ലത്തെ കാര്യത്തിൽ ഇപ്പൊ പറയാൻ പറ്റും. അപ്പൊ അങ്ങനെ വെറുതെ കണ്ണടച്ചിരുട്ടാക്കിയിട്ട് കാര്യമില്ല. കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ പോകുന്നത് തനി പാവപ്പെട്ട മനുഷ്യരാണ്. അവർക്ക് എൻ്റെ ബന്ധു വന്നിട്ട് 85 വയസ്സുകാരനെ തറയെ കിടത്തി. സൂപ്രണ്ടന്റെ സുഹൃത്താണ്. അയാൾ വിചാരിച്ചിട്ടൊരു കട്ട് കൊടുക്കാൻ പറ്റുന്നില്ല. കൊട്ടി കൊടുത്ത വേറൊരാൾ താഴെ ഇറക്കിയിട്ട് വേണ്ടേ, അത് വേണ്ട. എസ് ലാല്, ഞാൻ അവിടെ ചോദിക്കുന്ന ഒരു പ്രശ്നം, നമ്മൾ ഒരു മാസ്റ്റർ പ്ലാൻ മെഡിക്കൽ കോളേജിന് വേണ്ടി 2018 പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു മാസ്റ്റർ പ്ലാനാണ്. ഇപ്പോൾ എന്താ അതിൻ്റെ അപ്ഡേഷൻ എന്താണെന്ന് ചോദിക്കുമ്പോൾ കൈമലർത്തപ്പെടുകയാണ്. നോക്കൂ, അങ്ങേയറ്റത്തൊരു ഒരു തരത്തിലും ആലോചന ഇല്ലാത്ത രീതിയിൽ. കാരണം എത്രയോ വാർഡുകൾ നിന്ന പഴയ ആ ബ്ലോക്ക് ഇന്നില്ല അവിടെ. പക്ഷേ എന്താണ് കുത്തി നമ്മൾ ട്രെയിനകത്തൊക്കെ കൊണ്ടുവന്ന് കുത്തി ഇടിച്ചു കയറ്റുമല്ലോ ആളുകളെ എന്ന് പറഞ്ഞ പോലെ ആ സ്വകാര്യ ബസ്സിലൊക്കെ തെല്ലുന്ന ആ രീതിയിലാണ് അവരുടെ അവസ്ഥ. രോഗികളൊക്കെ തന്നെ തട്ടി വീഴും. അതായത് നടന്നുപോയ ഡോക്ടർമാർക്കോ ആരോഗ്യ പ്രവർത്തകർക്കോ തട്ടി വീഴുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ എന്താണ് ഇപ്പോൾ അങ്ങേയറ്റത്തെ കഷ്ടമാണ്. അപ്പോൾ എന്താണ് ഇപ്പോഴത്തെ ഡോക്ടർ സുനിലിനെ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ സൂപ്രണ്ടാണ്
നേരത്തെ ഇരുന്ന നിസാറുദ്ദീനെ സംബന്ധിച്ചുള്ളതൊക്കെ നമ്മളൊക്കെ വളരെ വ്യക്തിപരമായിട്ട് പരിചയമുള്ള അവരൊക്കെ നല്ല ഡോക്ടർമാരുമാണ്. അതെ, ഒരുപാടുണ്ട്. അപ്പൊ അവർക്ക് പോലും എന്താണ്, അവരൊക്കെ മാറി. നേരത്തെ ഇരുന്ന സൂപ്രണ്ട് തന്നെയാണ് അദ്ദേഹം, ഗതികേട് കൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു മാറിപ്പോയത്. ചോദിച്ചടുത്ത ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡായിട്ട് അദ്ദേഹം പോകുന്നത്. അപ്പോൾ അവർക്കൊക്കെ ഇരിക്കാൻ കഴിയുന്നില്ല. ഇപ്പോൾ അടുത്തതായി വീണ്ടും നിസാറുദ്ദീനെ അതേ കസേരയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ്. അപ്പോൾ അങ്ങനെ മുഖം മിനുക്കിയിട്ട് കാര്യമുണ്ടോ ഡോക്ടർ എസ് എസ് ലാല്? ഒരു കാര്യമില്ല. ഞാൻ പറഞ്ഞത് ഇതിനകത്ത് സംവിധാനങ്ങൾ മെച്ചപ്പെടുത്താൻ ശ്രമിക്കുന്നില്ല. ഇന്നിപ്പോ ഞാൻ ഒരു കാര്യത്തിൽ പറയാം. ആരോഗ്യമന്ത്രി പറയുകയാണ്, അവിടെ അസംബ്ലി പറഞ്ഞ കാര്യമാണ്, കേരളത്തിലെ രോഗികളുടെ എണ്ണം കൂടുന്നത് കൊണ്ടാണ് പ്രശ്നം. രോഗികളൊരു സുപ്രഭാതം വിചാരിച്ചാൽ എണ്ണവും കൂടിക്കളയാണ്. അങ്ങനെയല്ല. അതിന് ഞാൻ എൻ്റെ മറുവശത്തേക്കും വരാം. ഇന്നലെ ധനകാര്യമന്ത്രി പറയുകയാണ്, ഞങ്ങൾ പണം വെട്ടിക്കുറച്ചിട്ടില്ല, പക്ഷെ കൂട്ടിയിട്ടില്ല. ആരോഗ്യമന്ത്രി പറയുകയാണ് രോഗികളുടെ എണ്ണം കൂടുകയാണ്. അങ്ങനെ ധനമന്ത്രി പറയണ്ട ഞങ്ങൾ അതിനനുസരിച്ച് പണം കൂട്ടിയിട്ടുണ്ടെന്ന്. അത് പറയാൻ ധനമന്ത്രിക്ക് കഴിയുന്നില്ല. അപ്പം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ബജറ്റിന്റെ നമ്മുടെ GDP സ്റ്റേറ്റ് GDP 2% താഴെയാണ് നമുക്ക് ആരോഗ്യത്തിന് ചെലവാക്കുന്നത്. ബജറ്റ് ഫിഗർ എടുത്ത് നോക്കിയാൽ അറിയാം, നമുക്ക് ആവശ്യമുള്ള ചെലവ്, ആവശ്യമുള്ള പണം ഉൾക്കൊള്ളിക്കുന്നില്ല. വർഷാവർഷം കൂട്ടുന്നൊരു ചെറിയ ശതമാനം കൊണ്ട് അത് കൂട്ടുന്നില്ല. ധനകാര്യമന്ത്രി വളരെ ഇന്റലിജന്റ് ആയിട്ട് പറഞ്ഞ് ഞങ്ങൾ കുറച്ചിട്ടില്ല, കൂട്ടിയിട്ടുമില്ല. ആരോഗ്യമന്ത്രിയാണ് രോഗികളുടെ എണ്ണം കൂടുന്നത്. അപ്പൊ ഇതിനകത്ത് മൊത്തത്തിലൊരു വിഷന്റെ പ്രശ്നമുണ്ട്. ഇനി ഒരു കാര്യം കൂടെ പറയാം. കേരളത്തിലൊരു ഇടത് ഗവൺമെന്റ് വന്നതിന് ശേഷം ഒരു ആരോഗ്യ നയം ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാം, ഡോക്ടർ ഇക്ബാലിനെ കൊണ്ട് ഉണ്ടാക്കിച്ചാണ്. ഈ മന്ത്രിയോ ആരെങ്കിലും ആരോഗ്യവകുപ്പിൽ ആരെങ്കിലും ഒരു ആരോഗ്യ നയത്തെ പറ്റി പറയുന്നേക്കുന്നുണ്ട്. സർക്കാരിന് ഒരു ആരോഗ്യ നയം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ആരോഗ്യ നയവും നടപ്പുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ആരെങ്കിലും പറഞ്ഞാൽ ഞങ്ങൾ ആരോഗ്യ നയം, ഞങ്ങൾ ഇടതു മുന്നണി ഉണ്ടാക്കിയ ആരോഗ്യ നയം വെച്ചിട്ട് ആ കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പൊ വെറുതെ ഒരു ആരോഗ്യ നയം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. 2 കൊല്ലം മുമ്പ് ഈ മന്ത്രി തന്നെ ഒരു പൊതുജനാരോഗ്യ ബില്ല് അവതരിപ്പിച്ചു. എവിടെയെങ്കിലും റെഫർ ചെയ്യുന്ന കേട്ടിട്ടുണ്ടോ? ഞാൻ അതിനെപ്പറ്റി മനഃപൂർവ്വം പറഞ്ഞാണ്. പൊതുജനാരോഗ്യ ബില്ലിൽ വളരെ കൃത്യമായിട്ടും വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്, കേരളത്തിന്റെ ആരോഗ്യവകുപ്പിന്റെ അതോറിറ്റി, അധികാരി എന്ന് പറയുന്ന ആരോഗ്യവകുപ്പ് ഡയറക്ടറാണ്. നിങ്ങൾ ആരെങ്കിലും ഈ ആരോഗ്യവകുപ്പ് ഡയറക്ടറെ കാണാറുണ്ടോ? ഈ മന്ത്രിമാരല്ല ആരോഗ്യവകുപ്പ് നടത്തേണ്ട, അവർ പൊളിറ്റിക്കൽ ലീഡേഴ്സാണ്, പൊളിറ്റിക്കൽ ഹെഡാണ്. പൊളിറ്റിക്കൽ തീരുമാനങ്ങൾ, ഇപ്പോൾ ലോക്ക്ഡൌൺ വേണം, അതിനകത്ത് മന്ത്രിയും കൂടെ ചേർന്നാലേ മന്ത്രി തീരുമാനം, നേതൃത്വമാണ് കൊടുക്കേണ്ടത്. ഇവിടെ ആരോഗ്യവകുപ്പ് നടത്തിപ്പ് മന്ത്രിമാർ ഏറ്റെടുത്തിരിക്കുകയാണ്. വൺ മാൻ ഷോ ആണ്. ഞാൻ 42 വർഷമായിട്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജുമായിട്ട് ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളാണ്. ഞാൻ ഒരുപാട് രാജ്യങ്ങളിൽ ആരോഗ്യവകുപ്പോട് ഇപ്പോഴും ബന്ധപ്പെട്ട് നിൽക്കുന്ന ഉപദേശങ്ങൾ കൊടുക്കുന്ന ആളാണ്. ഈ മന്ത്രിമാർ കൂടി കിടന്ന ആരോഗ്യവകുപ്പ് മന്ത്രിമാർ നേതൃത്വം കൊടുക്കണം, അവരുടെ ചുറുചുറുക്കോടെ അവർ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം. പക്ഷെ ഇത് നിപ്പ രോഗി വന്നു കഴിഞ്ഞാൽ മന്ത്രിയാണ് മാസ്ക് ഇട്ട് ICUവിനകത്ത് കയറുന്നത്. എന്തൊരു ലജ്ജാകരമാണ്. വെറും നാടകീയതയ്ക്കും വൺ മാൻ ഷോയ്ക്കും വേണ്ടി, സിനിമ എടുക്കാനും വേണ്ടി ആരോഗ്യവകുപ്പിന് ഉപയോഗിക്കുന്നത്. ഇങ്ങനല്ല. ആരോഗ്യവകുപ്പുകൾ നടത്തുന്നത് ആരോഗ്യവകുപ്പ് ഡയറക്ടർമാരാണ്. ഗവൺമെന്റാണ് എഴുതി വെച്ചിരിക്കുന്ന ബില്ലിൽ ആരോഗ്യവകുപ്പ് ഡയറക്ടറാണ്. ഫൗച്ചിയെ ഇരുത്തിക്കൊണ്ടാണ് നമുക്ക് ഇഷ്ടമില്ലാത്ത ട്രംപ് പോലും പത്രസമ്മേളനം നടത്തുന്നത്. ട്രംപ് പറയുന്ന മണ്ഡലം തിരുത്തുന്നത് ഫൗച്ചിയാണ്. ഇവിടെ ആരോഗ്യവകുപ്പ് ഡയറക്ടർ എവിടെ? അവരൊക്കെ നിരാശരാണ്. ഞാൻ അറിഞ്ഞുകൊണ്ട് പറയണം, എത്ര ആരോഗ്യവകുപ്പ് ഡയറക്ടർമാർ ഈ സർക്കാർ വന്നിട്ട് ഉപേക്ഷിച്ചു പോയെന്നറിയാവോ? തീർച്ചയായും അവിടെയാണ് ഡോക്ടർ എസ് എസ് ലാൽ, ഈ സിസ്റ്റത്തിന് എന്ത് പിഴവ് പറ്റുന്നു എന്നുള്ളതാണ്. സിസ്റ്റത്തിന് എന്ത് പിഴവ് പറ്റുന്നു. നമുക്കൊരു ഇടവേള എടുത്ത ശേഷം, കാരണം ഈ റീൽസ് അല്ല റിയൽ എന്നുള്ള കാര്യം എല്ലാവരും മനസ്സിലാക്കണം. കാരണം നമ്പർ 1 കേരളമാണ് എന്ന് നമ്മൾ പറഞ്ഞ് പാശ്ചാത്യ രാജ്യങ്ങളിൽ ഉൾപ്പെടെ തന്നെ നമ്മൾ പുറമേനി നടിച്ചുകൊണ്ട് ഇതാ നമ്പർ 1 കേരളം എന്നൊക്കെയുള്ള ഒരു നറേറ്റീവ് സൃഷ്ടിക്കപ്പെടുമ്പോൾ അതൊരു വെറും ഉപരിപ്ലവമായിട്ടുള്ള അല്ലെങ്കിൽ പൊള്ളയായ പുറമേനി മാത്രമുള്ള നടിക്കലാണ് എന്ന് തെളിയിക്കുന്നതാണ് ഓരോ മെഡിക്കൽ കോളേജുകളിലെയും നമ്മൾ അതിസൂക്ഷ്മം പരിശോധിച്ച് കഴിഞ്ഞാൽ അവിടുത്തെ അവസ്ഥ നോക്കൂ. എറണാകുളം കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ അവസ്ഥയാണ് നമ്മൾ എഴുതി കാണിക്കുന്നത്. ട്രോളി തള്ളുന്നത് ആരാണ്? അവിടെ രോഗികളുടെ പരാധീനതയോടുകൂടി അങ്ങേയറ്റം നടുമുടിഞ്ഞെത്തുന്ന രോഗികൾക്കൊപ്പം ഇരിക്കേണ്ട ആ കൂട്ടിരിപ്പുകാരാണ് ആ ട്രോളി തള്ളിക്കയറ്റുന്നത്. അപ്പോൾ ചെറു കാര്യങ്ങൾക്ക് പോലും പരിഹാരമാർഗം കാണാൻ കഴിയാതെ പോകുന്ന ഇടത്താണോ നമ്പർ 1 കേരളം എന്ന് പറയേണ്ടത് എന്ന് നമ്മൾ ചിന്തിക്കണം. ഒരു ഇടവേള എടുത്ത ശേഷം അതിവേഗം തിരികെ എത്താം. ചർച്ചയിലേക്ക് തിരികെ. ശ്രീ റെജി ലൂക്കോസ്, അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം നടക്കണമെങ്കിൽ അവിടെ പരാതിപ്പെട്ടെങ്കിൽ മാത്രമേ കഴിയൂ എന്നൊരു വല്ലാത്തൊരു ആവലാതി അല്ലെങ്കിൽ അങ്ങനെ ഒരു വ്യവസ്ഥ സൃഷ്ടിക്കപ്പെടുന്നത് എന്തിനാണ് നിങ്ങൾ? പിന്നെ റെജി ലൂക്കോസ് പറഞ്ഞുവല്ലോ, ഈ ആരോഗ്യവകുപ്പിനെയും സർക്കാരിനെയും കരിവാരി തേപ്പിക്കാൻ വേണ്ടിയുള്ള വ്യാജ വാർത്തകളുടെ പിൻപറ്റിയുള്ള ചില പ്രതികരണങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതെന്തടിസ്ഥാനത്തിലാണെന്ന് പറയാൻ കഴിയുക? കാരണം ഡോക്ടർ ഹാരിസ് ഉയർത്തിയ ആ ഒരു പോരിനിറങ്ങി, അതായത് തൻ്റെ ജോലി പോലും അല്ലെങ്കിൽ ജോലിയിൽ പോലും സംരക്ഷണമില്ലാത്ത രീതിയിലേക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരു വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ടിറങ്ങുന്ന ഒരാളാണ്. അപ്പോൾ അത് സർക്കാർ സമ്മതിക്കുന്നുണ്ട്, സർക്കാരിൻ്റെ വീഴ്ച അങ്ങേയറ്റം സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ അത് തിരുവനന്തപുരത്ത് മാത്രം സ്റ്റോപ്പ് ഇടേണ്ടതല്ല, മറ്റെല്ലാ മെഡിക്കൽ കോളേജിലെ അവസ്ഥ ഇതാണ്. ഇപ്പോൾ കോഴിക്കോടിൻ്റെ കാര്യത്തിൽ എന്താണ് ഈ ദിനേശ് പെരുമണ്ണ, അവരൊക്കെ എങ്ങനെ വ്യാജവാർത്ത ചമയ്ക്കുന്നു എന്ന് താങ്കൾക്ക് എന്ത് ഡേറ്റാസിൻ്റെ അടിസ്ഥാനത്തിൽ പറയാൻ കഴിയും ശ്രീ റെജി ലൂക്കോസ്? സ്പെസിഫിക് ആയിട്ട് നമുക്ക് കോഴിക്കോട് തന്നെ വെച്ച് പറഞ്ഞാൽ. 1 മിനിറ്റ് എനിക്ക് തരണം. അതായത്
ഇപ്പോൾ ഡോക്ടർ ഹാരിസിനെ ഇവിടെ പ്രജീഷ് ഉദ്ധരിച്ചു. അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ തന്നെ കള്ളവാർത്ത ചമച്ചോണ്ട് ഞാൻ പറയാം. അദ്ദേഹം ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു. അന്ന് ഞാൻ ഡിബേറ്റ് ഉണ്ടായിരുന്ന ഒരാളാണ്. പിറ്റേ ദിവസം അദ്ദേഹം ഒരു പത്രസമ്മേളനത്തിൽ ഈ പറഞ്ഞ തെറ്റുകളെല്ലാം ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹം ഒരു നീതിമാനായ, വളരെ ജനങ്ങളോടൊപ്പം നിന്ന് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന ഒരു ഡോക്ടറാണ്. ഞാൻ അദ്ദേഹത്തെ കുറിച്ച് അന്വേഷിച്ച. അദ്ദേഹം സിസ്റ്റം എന്ന വാക്ക് പറഞ്ഞപ്പോൾ നിങ്ങൾ മാധ്യമങ്ങൾ സർക്കാരിന്റെ മെഡിക്കൽ സിസ്റ്റം തന്നെ തകർന്നിരിക്കുന്നു. പിറ്റേ മണിക്കൂറുകൾക്ക് ശേഷം അദ്ദേഹം വീണ്ടും പറഞ്ഞു, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ വർക്ക് ചെയ്യുന്ന, ഞാൻ സർജറി ചെയ്യുന്ന യൂറോളജി ഡിപ്പാർട്ട്മെന്റിൽ വന്നിരിക്കുന്ന സിസ്റ്റത്തിന്റെ തകരാറുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിച്ചത്. അതേ ക്ലിയർ ചെയ്തു. മാതൃഭൂമി പോലും അത് ലൈവായിട്ട് കൊടുത്ത. അപ്പൊ തന്നെ ഇത് വ്യാജ വാർത്തയല്ലേ? നിങ്ങളൊരു ചെറിയ സിസ്റ്റത്തിൽ ഞാൻ ബഹുമാനപ്പെട്ട, ഞാൻ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഡോക്ടറാണ്. ആരാണ് ശ്രീ രജി ലൂക്കോസ്? ആ സിസ്റ്റത്തിന്റെ നടത്തിപ്പും പണ ഇടപാടും ആശയവിനിമയവും നടത്തുന്നത് ആരാണ്? ഞാൻ പറഞ്ഞല്ലോ, ബഹുമാനപ്പെട്ട മന്ത്രി വീണ ജോർജ്, അവര് മന്ത്രിയെ അന്ന് മുതൽ അവരെ ഡീഗ്രേഡ് ചെയ്ത് ഈ സിസ്റ്റത്തെ തകർക്കാനുള്ള ഒരു ഗൂഢശ്രമം നടക്കുന്നുണ്ട്. നമ്മൾ തന്നെ എത്രയോ ചർച്ചകൾ ഇത് പങ്കെടുത്തിട്ടുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് എത്രയോ ചർച്ചകൾ. അവരെന്താ അന്ന് പത്രസമ്മേളനം നടത്തി പറഞ്ഞേ? ഈ ഡോക്ടർ ഹാരിസിനെ ശിക്ഷിക്കാൻ അവരെന്തെങ്കിലും പറഞ്ഞോ? അദ്ദേഹത്തെ ഒരു നല്ല വാക്ക് പറഞ്ഞു. തകരാറോടെ പരിഹരിക്കും, അന്വേഷിക്കും സർക്കാർ എന്ന് പറഞ്ഞു. അവരന്വേഷിച്ചു. ഇന്ന് രാവിലെ തന്നെ ഏർലി മോർണിംഗിൽ തന്നെ ഹൈദരാബാദിൽ നിന്ന് എയർലിഫ്റ്റ് ചെയ്ത് ഉപകരണങ്ങൾ കൊണ്ടുവന്നു. പക്ഷെ നിങ്ങൾ മറന്നുപോയ വേറെ കാര്യം, നമുക്കൊരു പോയിന്റിലേക്ക് എത്തണമല്ലോ ശ്രീ രജി ലൂക്കോസ്. ആരോഗ്യമന്ത്രിയെ കരിവാരിത്തേക്കാനൊന്നും ആരും ശ്രമിച്ചില്ല. അങ്ങനെ ഒരു, അല്ലെങ്കിൽ ആരോഗ്യമന്ത്രിയെ മാത്രം അവഹേളിച്ചുകൊണ്ടോ അങ്ങനെ ഒരു തരത്തിലുമുള്ള ഒരു, അല്ല അങ്ങനെ നമ്മുടെ മാതൃഭൂമി ന്യൂസിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്, അങ്ങനെ ഒരു തരത്തിലോ പോയില്ല. പക്ഷെ നമുക്കൊരു പിഴവ്, ഒരു പോയിന്റിലേക്ക് എത്തണം. ആ പോയിന്റ് എന്താണ്? എവിടെയാണ് പിഴവ്? ആ സിസ്റ്റത്തിൽ ഏത് പിഴവാണ്? ആരുടെ പിഴവാണ്? അങ്ങനെയെങ്കിൽ ആരോഗ്യമന്ത്രി കൈകൾ കെട്ടിയിടപ്പെട്ട ഒരു സ്ഥിതിയിലാണോ? അങ്ങനെ വല്ലാത്തൊരു അവസ്ഥയിൽ ആരോഗ്യമന്ത്രിക്കുണ്ടോ? ആരോഗ്യമന്ത്രിക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒരു ഉത്തരം പോലും ഒരു കാര്യത്തിൽ കൃത്യമായി നൽകാൻ കഴിയാതെ പോകുന്നത് എന്താണ് എന്നുള്ള ചോദ്യം, അതിനെ നമ്മളൊരു മറ്റു രീതിയിൽ വ്യാഖ്യാനിച്ചിട്ട് അർത്ഥമില്ലല്ലോ ശ്രീ രജി ലൂക്കോസ്. ജോർജ്, നിങ്ങൾ ശരിക്കും ഇതിന്റെ ഡേറ്റാസ് അവരുടെ 4 വർഷത്തെ അവരുടെ പ്രവർത്തനം കൂടെ നിങ്ങൾ കൃത്യമായിട്ട് സ്ക്രീൻ ചെയ്താൽ കേരളത്തിലെ സ്വകാര്യ ആശുപത്രികൾ എങ്ങനെ റൺ ചെയ്യുന്നതുമായിട്ട് കമ്പയർ ചെയ്താൽ അവരുടെ കഴിവും അവരുടെ ഊർജ്ജസ്വം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അവരെ നിങ്ങൾ പിൻ പോയിന്റ് ചെയ്തതിന് കാരണം ഈ സിസ്റ്റത്തെ തകർക്കുക എന്നുള്ള. അതാണ് ഞങ്ങൾ പറയുന്നത്. ഇനി ഒറ്റ ഉദാഹരണം പറയാം. ഇവിടെ ഡോക്ടർ SS ലാൽ പങ്കെടുക്കുന്നുണ്ടല്ലോ, അദ്ദേഹത്തിനോട് ഞാൻ ചോദിക്കട്ടെ, പിഴവില്ലാത്ത ഏതെങ്കിലും ഒരു സിസ്റ്റം ലോകത്തിൽ എവിടെയെങ്കിലും കാണിച്ചു തരാമോ? ഒരു പ്രോഡക്റ്റ് കാണിച്ചു തരാമോ? പിഴവ് വരും, ഏത് പ്രോഡക്റ്റിനും വരും. അത് റെക്ടിഫൈ ചെയ്യുക എന്നുള്ളതാണ് സർക്കാരിന്റെ. ഇവിടെ സ്വകാര്യ പറഞ്ഞതുപോലെ തന്നെ പിഴവ് വരുമെന്ന് പറയുമ്പോൾ അത് റെക്ടിഫൈ ചെയ്യപ്പെടണം. എങ്ങനെയാണ് റെക്ടിഫൈ ചെയ്യപ്പെടുന്നത്? ഇത് പലകുറി ചൂണ്ടിക്കാണിക്കുക ബന്ധപ്പെട്ട അധികാരികളെ എന്നുള്ളതാണ്. ഈ അധികാരികൾ എന്താണ്? ഡോക്ടർ ഹാരിസിന്റെ തന്നെ നമ്മൾ ഈ തിരുവനന്തപുരത്ത് നിന്നും അങ്ങ് വടക്കോട്ടൊന്നും പോകുന്നില്ല. നമുക്ക് ഇവിടെ നിന്ന് സംസാരിച്ചാൽ മാത്രം അറിയാം. വടക്കോട്ടുള്ള ഓരോ ആതുരാലയ കേന്ദ്രങ്ങളുടെയും മെഡിക്കൽ കോളേജിലെയും അവസ്ഥയും അവിടെ ഉണ്ടായിട്ടുള്ള ഓരോ കാര്യങ്ങളാണ് ഗ്രാഫിക്സ് കാർഡുകൾ നമ്മൾ കാണിക്കുന്നത്. അതായത് ഓരോ മെഡിക്കൽ കോളേജിന്റെയൊക്കെ അവസ്ഥകൾ. അപ്പോൾ അങ്ങോട്ട് പോകാൻ തിരുവനന്തപുരത്ത് ഹാരിസിന്റെ മാത്രം വാക്കുകൾ നോക്കൂ. അദ്ദേഹം പലകുറി ആരോഗ്യമന്ത്രിയുടെ ഓഫീസിനെ പോയി കണ്ടു എന്നൊക്കെ പോയി കണ്ടു. അപ്പോൾ ആ പോയി കണ്ടപ്പോഴൊന്നും ഒരു റെക്ടിഫിക്കേഷൻ ഉണ്ടായിട്ടില്ല, ഒരു പരിഹാരമാർഗം ഉണ്ടായിട്ടില്ല. താങ്കൾ പറഞ്ഞത് ശരിയാണ്, പിഴവില്ലാത്ത ഒരു സിസ്റ്റവും ഇല്ല. പക്ഷെ അത് ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ട് അത് തിരുത്തിയോ? ഞാനൊരു ഉദാഹരണം പറയാമല്ലോ. ലോകം അറിയപ്പെടുന്ന ഡോക്ടർ SS ലാൽ അമേരിക്ക ജോലി ചെയ്തൊരാളാണ് വർഷങ്ങളോളം. ഈ ഇതേ സെഗ്മെന്റിൽ ഞാനും US ജോലി ചെയ്തൊരാളാണ്. നിങ്ങൾ അവിടെ ഒരു ഹോസ്പിറ്റലിൽ ചെന്നാൽ, അതായത് ഡോക്ടർ SS ലാൽ ഇപ്പൊ എന്റെ അടുത്ത് ഇറക്കിയിട്ടേ മാസങ്ങളെടുക്കും ഒരു ഡോക്ടറുടെ അപ്പോയിന്റ്മെന്റ് കിട്ടാൻ. ഇനി അപ്പോയിന്റ്മെന്റ് വേണ്ടി ചെന്നാലോ അവരങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവർ പറയും അവർ സിസ്റ്റം ഇസ് ഡിലേഡ് ഓർ ഡിസോർഡർ, യു പ്ലീസ് കം നെക്സ്റ്റ് ഡേ. താങ്കൾ ചോദിച്ച സംശയത്തിന് മറുപടി അദ്ദേഹം കൈ കാണിക്കുന്നുണ്ട്. ഡോക്ടർ SS ലാൽ എന്നെ പൂർത്തീകരിക്കാൻ ഡോക്ടറെ കാര്യമില്ല. ഡോക്ടർ എന്റെ സുഹൃത്ത്, ഞാൻ വളരെ ഒരിടത്ത് നിൽക്കണം. നമ്മുടെ ആരോഗ്യ സംവിധാനത്തിന്റെ കുഴപ്പം പറയുമ്പോൾ പറയും നമ്മൾ മറ്റുള്ളിടത്തേക്കാൾ നല്ലതാണ്. നമ്മൾ കേരളത്തിൽ നിൽക്കണം. കേരളത്തിൽ മോശം ബീഹാറിനേക്കാൾ മെച്ചമാണ്. അമേരിക്കയിൽ ഇങ്ങനെയൊന്നുമല്ല. അമേരിക്കയില് സംവിധാനങ്ങള് വളരെ മെച്ചം തന്നെയാണ്. ഈ ഡിലേ വരുന്നത് UK പോലുള്ള സ്ഥലങ്ങളിൽ. ഡോക്ടർ പറയൂ, ഡോക്ടറോട് എന്നിട്ട് അവിടെ വർക്ക് ചെയ്ത ഒരാളുണ്ട്. എമർജൻസി ഞാനവിടെ ഉണ്ടായിരുന്നില്ല, ഇപ്പോഴും എമർജൻസിക്ക് ഇത്രയും കൃത്യമായി അവിടെ കാർഡ് പോലും നോക്കരുതെന്നാണ്. അവിടെ ഇൻഷുറൻസ് കാർഡ് പോലും നോക്കാൻ എമർജൻസി ആയിട്ട് ആൾ ചെന്ന് നോക്കി. ഇവിടത്തെക്കാൾ അതിനെ മെച്ചമാണ് പലയിടത്തും. അതുപോട്ടെ, ഞാൻ പറഞ്ഞത് നമ്മൾ കേരളമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. കേരളത്തിലെ ഇന്നലകളിൽ ഉണ്ടായിരുന്ന ആരോഗ്യരംഗത്തുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ ഇപ്പൊ മോശമുണ്ട്. ഞാൻ ചോദിക്കട്ടെ, രജി ലൂക്കോസ് എന്ന അവസാനമായിട്ട് സർക്കാർ ആശുപത്രിയിൽ പോയത്? വളരെ സിമ്പിൾ അല്ലേ?
ഞാൻ പറഞ്ഞത് റെജിലൂക്കോസ് എന്ന് പറയുന്ന ഒരാളല്ല ഉദ്ദേശിച്ചത്. നമ്മുടെ അല്ലല്ല, ജനസമൂഹം 70% എന്റെ പേരും ഞാൻ എന്റെ സ്വകാര്യ പ്രാഥമിക ആശുപത്രിയാണ് പോകുന്നത്. ആശുപത്രിയിലാണ് പോയത്. കേരളത്തിലെ 70% പേരും സ്വകാര്യ ആശുപത്രിയാണ് പോകുന്നത്. പാവങ്ങളെ മാത്രം ആശ്രയിക്കുന്നതാണ് സർക്കാർ ആശുപത്രികൾ. 70% ജനങ്ങളും ആശ്രയിക്കുന്നത് സ്വകാര്യ ആശുപത്രിയാണ്. ഞാൻ പറയാൻ കേരളത്തിലെ 70% ആളുകളും സ്വകാര്യ ആശുപത്രിയാണ് പോകുന്നത്. 30% സർക്കാർ ആശുപത്രി പോകുന്നത്. അത് തനി പാവപ്പെട്ടവരാണ്. നിങ്ങൾ ഈ രോഗികൾ കൂടി എന്ന് പറഞ്ഞൊരു തെറ്റിദ്ധാരണയുടെ പുറത്താണ്. കോവിഡ് കഴിഞ്ഞതിന് ശേഷമുള്ള ചില ആരോഗ്യ പ്രശ്നങ്ങൾ, അതുകൂടാതെ കോവിഡിന് ശേഷം ജനങ്ങളുടെ കയ്യിൽ പൈസ ഇല്ല, പണമില്ല, സ്വകാര്യ ആശുപത്രിയിൽ പോകാൻ പറ്റാത്തതുകൊണ്ട്, നിവൃത്തിയില്ലാത്തത് കൊണ്ട് സർക്കാർ ആശുപത്രിയിൽ പോകുന്നത്. ഞങ്ങൾ ദിവസവും രോഗികളുമായിട്ടും ഞാൻ ഉൾപ്പെടെ പൊതുജനങ്ങളുമായിട്ടും ബന്ധപ്പെടുന്നതാണ്. പൊതുജനങ്ങൾക്ക് സർക്കാർ ആശുപത്രിയിൽ പോകേണ്ടി വരുന്നത് സ്വകാര്യ ആശുപത്രിയിൽ പോകാൻ പണമില്ലാത്തത് കൊണ്ടാണ്. എല്ലാ ദിവസവും ബില്ല് ഉറപ്പിക്കാൻ വേണ്ടി നമ്മൾ സമീപിക്കുന്നുണ്ട്, ജോൺ ലൂക്കോസിനോട് സമീപിക്കുന്നു. ഇതൊരു യാഥാർത്ഥ്യമാണ്. സർക്കാർ ആശുപത്രികളിൽ ചിലയിടത്ത് നല്ല കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അവിടുത്തെ ഡോക്ടർമാരും നഴ്സുമാരും ഒക്കെ കുറെ പാവങ്ങൾ കിടന്ന് കഷ്ടപ്പെടുന്നതുകൊണ്ടാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്. ഹാരിസ് തൊട്ട് മുന്നേ ഉള്ള ആള്, എന്റെ ക്ലാസ്മേറ്റ്, പ്രോവിഡന്റ് ഫണ്ട് ലോൺ എടുത്താണ് അയാൾ ഓപ്പറേഷൻ ഉപകരണങ്ങൾ വാങ്ങിച്ചുകൊണ്ടത്. വൈകുന്നേരം ആകുമ്പോൾ കഴുകിക്കൊണ്ട് പോകും, അവിടെ വെച്ചിട്ട് പോയി നഷ്ടപ്പെടുമെന്ന് വിചാരിച്ചിട്ട്. ഇതൊരു യാഥാർത്ഥ്യമാണ്. നമ്മളിപ്പോ ഇത് ഞാനും ലൂക്കോസ് അപ്പുറം പരിഹരിക്കേണ്ട പ്രശ്നമല്ലത്. ഇത് സർക്കാരിന് ഇതിനകത്ത് ഉത്തരവാദിത്വമുണ്ട്. ഒരു നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട രംഗം എന്ന് പറഞ്ഞാൽ ആരോഗ്യരംഗമാണ്. കേരളത്തിലെ നമ്പർ 1 എന്ന് പറയുന്നത് പഴയ കഥകളാണ്. പലരും നമ്മൾ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഇതൊക്കെ ഒന്ന് കണക്കെടുത്ത് വെച്ച് നോക്കണം. ഇന്ന് തന്നെ മന്ത്രി പറഞ്ഞതിനകത്ത് കണക്കിലൊക്കെ ഒരുപാട് തെറ്റുകളുണ്ട്. അത് മാത്രമല്ല, ഒരുപാട് രംഗത്ത് നമ്മൾ പിന്നിലാണ്. കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ആത്മഹത്യാ നിരക്ക്, കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ റോഡ് അപകട നിരക്ക്, കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ഡയബറ്റിസ്, കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ കൊളസ്ട്രോള്, കേരളത്തിലാണ് അമിതവണ്ണത്തിന്റെ കാര്യത്തിൽ കൂടുതൽ. ഇതൊക്കെ മറ്റു സംസ്ഥാനങ്ങൾ നമ്മൾ മാതൃകയാണ്. കേരളത്തിലെ ഗവൺമെന്റ് ഈ ഹെലികോപ്റ്റർ മരുന്ന് കൊണ്ടുവരാനല്ല ഗവൺമെന്റിന് വെച്ചേക്കുന്നത്. ഞാൻ ഇടപെടുന്ന എല്ലാ രാജ്യങ്ങളും, ഞാൻ ഉപദേശിക്കുന്ന രാജ്യങ്ങളും സംസ്ഥാനങ്ങളും 2050 ഇപ്പൊ ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ടാണ് UDF 2050 കമ്മീഷൻ കൊണ്ടുവന്നത്. 2050 കേരളം എവിടെ നിൽക്കണമെന്ന് ആലോചിക്കേണ്ട സമയമാണ്, അല്ല 2025 പാച്ച് വർക്ക് നടത്തേണ്ട സമയം. തീർച്ചയായും അതാണ് നമുക്ക് സമയക്കുറവുണ്ട്. ഡോക്ടർ SS ലാൽ സൂചിപ്പിച്ച പോലെ തന്നെ ഈ സിസ്റ്റം അത് സാധാരണ മറ്റ് നമ്മൾ ഇടപെടുന്ന വകുപ്പുകൾ പോലെയല്ല. നമ്മുടെ ജീവൽ പ്രശ്നമാണ്, ആരോഗ്യ പ്രശ്നമാണ്. മനുഷ്യനുണ്ടെങ്കിലേ ആളുണ്ടെങ്കിലേ അർത്ഥമുള്ളൂ എന്ന് പറയുന്നത് പോലെ, അപ്പോൾ ആ ആളിന്റെ ജീവൻ വെച്ചുള്ള ഒരു കളിയായി ഇത് മാറുമ്പോൾ എവിടെയാണ് തിരുത്തലുണ്ടാകുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ശ്രീ ദിനേശ് പെരുമണ്ണ, ഇനിയിപ്പോൾ എന്താണ് നോക്കൂ, 2-ാം തീയതി 3 ദിവസമാണ് പറഞ്ഞത്. 3 ദിവസമായില്ല, 30 60 കോഴിക്കോട് മെഡിക്കൽ കോളേജുകാർക്ക് അല്ലെങ്കിൽ അവിടെ എത്തുന്ന രോഗികൾക്ക് ഇനി എത്ര നാൾ കാത്തിരിക്കേണ്ടി വരും അവർക്കൊരു നല്ല പ്രോപ്പർ ആയിട്ടുള്ള ഒരു ചികിത്സ ലഭ്യമാകാൻ? ഒന്ന്, ശ്രീ റെജി ലൂക്കോസ് ഇവിടെ പറഞ്ഞു, കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ പ്രത്യേകമായിട്ട് അദ്ദേഹം എടുത്തു പറഞ്ഞു. കോഴിക്കോട് മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങൾക്കുള്ള അവിടെ നിലനിൽക്കുന്ന പ്രതിസന്ധികളോടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യങ്ങൾ എന്നോട് ചോദിക്കുമ്പോൾ ഞാനത് ഇവിടെ ക്ലിയർ ചെയ്യാൻ ബാധ്യസ്ഥനാണ്. അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മന്ത്രി പറഞ്ഞു അവിടെ 3-ാം തീയതി വന്നിട്ട്, 2-ാം തീയതി തീപിടുത്തം ഉണ്ടാവുന്നു, 3-ാം തീയതി വന്നിട്ട് ഉടൻ അന്വേഷിച്ച് റിപ്പോർട്ട് കണ്ടെത്തും, എത്രയും പെട്ടെന്ന് പ്രശ്നം പരിഹരിക്കും, ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപടി സ്വീകരിക്കും. എന്ത് സ്വീകരിച്ചു? ഒരു നടപടിയും സ്വീകരിച്ചില്ല. തുടർന്ന് 5-ാം തീയതി വീണ്ടും ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ അവിടെ തീപിടുത്തം ഉണ്ടാകുന്നു. ഒരു അന്വേഷണവുമില്ല. മെഡിക്കൽ കോളേജിനകത്ത് വെച്ച് ICUവിൽ വെച്ച് പീഡിപ്പിക്കപ്പെടുന്നു യുവതി. അത് കണ്ടു, അല്ലെങ്കിൽ അവിടെ വന്ന് ആ യുവതിയെ സ്വാധീനിക്കാൻ ശ്രമിച്ച് പോയിട്ടുള്ള ജീവനക്കാർ, ആ ജീവനക്കാരുടെ പേര് വെളിപ്പെടുത്തിയത് ഒരു സിസ്റ്ററാണ് എന്ന് പറഞ്ഞ് ആ സിസ്റ്ററെ പീഡിപ്പിച്ചു. അവസാനം അവർ കോടതി ഉത്തരവോട് കൂടിയിട്ട് അവർ വീണ്ടും മെഡിക്കൽ കോളേജിലേക്ക് വരുന്നു. അവർക്ക് പിന്തുണ നൽകാൻ ഇപ്പോൾ ഡോക്ടർ ഹാരിസ് ഉന്നയിച്ചതുപോലെ ആ വിഷയങ്ങൾക്ക് ഈ കേരള സമൂഹം പിന്തുണ നൽകുമ്പോൾ, ഡോക്ടർ ഹാരിസ് ഒരു ഡോക്ടർ മാത്രമല്ല, ഞാൻ വിശ്വസിക്കുന്നു അദ്ദേഹം CPMന്റെ സഹയാത്രികൻ കൂടിയാണ്, ആ കുടുംബത്തിൽപ്പെട്ടയാളാണ്. അങ്ങനെയുള്ള ഒരാൾക്ക് ഈ സർക്കാർ അവലംബിക്കുന്ന അദ്ദേഹത്തോട് നിർത്താൻ പറയൂ. മിസ്റ്റർ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഡോക്ടർമാരില്ല. 150 ജൂനിയർ ഡോക്ടർമാർ ഈ 23-ാം തീയതി
250 ജൂനിയർ ഡോക്ടർമാർ ഈ 23-ാം തീയതി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് ഹൗസ് സർജൻസി കഴിഞ്ഞ് പുറത്തിറങ്ങിയിരിക്കുന്നു. ഇനി 3 മാസം കഴിഞ്ഞതിന് ശേഷമാണ് ഡോക്ടർമാരെ നിയമിക്കുക. 3 മാസം വരെ അവിടെ പ്രമുഖരായ ഡോക്ടർമാരുണ്ട്. അവർ കഷ്ടപ്പെടുകയാണ്. ആ സീനിയർ ഡോക്ടർമാർ അവിടെ ആവശ്യത്തിന് രോഗികൾക്ക് പരിചരണം കിട്ടുന്നില്ല. സർജറി മുടങ്ങുന്നു. അവിടെ മരുന്ന് വിതരണം ചെയ്യുന്ന, അതുപോലെ സർജറിയുടെ ഇംപ്ലാന്റുകൾ വിതരണം ചെയ്യുന്ന കമ്പനികൾ അത് നിർത്തിവെക്കാൻ പോവുകയാണ്. ഇദ്ദേഹം എന്താ പറയുന്നത്? ഇദ്ദേഹത്തിന് കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ കുറിച്ച് എന്താ അറിയുന്നത്? നമുക്ക് അത്തരം വ്യായാമങ്ങൾ നടപടി ആണ് വേണ്ടത്. അങ്ങനെ മുട്ടിൽ ഇഴയുന്ന മെഡിക്കൽ കോളേജുകളുടെ അവസ്ഥ അങ്ങേറ്റ് ദയനീയമാണ്. അത് തിരുവനന്തപുരത്ത് നിന്ന് അതിശീഘ്രം ഈ ഒരു ഇടപെടലിൽ കാണാനുള്ള വ്യഗ്രത കാട്ടിയത് അവിടെ മാത്രം നിർത്തേണ്ടതല്ല, അങ്ങ് വടക്കോട്ട് കൂടി പോകണം. വടക്കും തെക്കും ഒക്കെ തന്നെ വല്ലാത്ത അവസ്ഥയിലേക്കാണ് ഡോക്ടർമാരും ആരോഗ്യ പ്രവർത്തകരും ഒക്കെ തന്നെ അവരുടെ ആവലാതികൾ പങ്കുവെക്കുന്നത്. ഇതിനൊക്കെ ഒരു മറുപടി 3 മണിക്ക് ആരോഗ്യമന്ത്രി മാതൃഭൂമി ന്യൂസിനോട് അഭിമുഖം നടത്തുകയാണ്. ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ തന്നെ ആളുകളുടെയും നമ്മൾ രോഗികളുടെയും ഒക്കെ തന്നെ ആശങ്കകൾക്ക് എന്തുത്തരം നൽകാൻ ആരോഗ്യമന്ത്രിക്ക് കഴിയുമെന്ന് നമുക്ക് കൃത്യം 3 മണിക്ക് നമുക്ക് ആ അഭിമുഖത്തിലൂടെ വ്യക്തമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. വളരെയധികം നന്ദി ശ്രീ റെജി ലൂക്കോസ്, ശ്രീ SS ലാൽ, ഒപ്പം ദിനേശ് പെരുമണ്ണ.